സാർ നമസ്കാരം. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി CPM-ൽ വലിയ വിവാദങ്ങളും തർക്കവിതർക്കങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഏരിയ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റി, അതുപോലെ ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി എന്നിവയിലെല്ലാം CPM-ൻ്റെ പരാജയ കാരണം എന്തായിരുന്നു എന്നുള്ള അവലോകന യോഗങ്ങൾ നടക്കുകയുണ്ടായി. മാരത്തൺ ചർച്ചകൾ തന്നെ നടക്കുകയുണ്ടായി. ഒരു ഘട്ടത്തിൽ ഏതാണ്ട് 14 മണിക്കൂറോളം സമയമാണ് പിണറായി വിജയനും MP ഗോവിന്ദനും അടക്കമുള്ള പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ അണികളുടെയും പ്രവർത്തകരുടെയും വികാരം കേട്ടിരുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ ബ്രാഞ്ച് തലത്തിലും ബൂത്ത് തലത്തിലും ഏരിയ തലത്തിലും ജില്ലാ തലത്തിലുമുള്ള യോഗങ്ങൾ കഴിഞ്ഞു, സംസ്ഥാന സമിതി യോഗം കഴിഞ്ഞപ്പോൾ വീണ്ടും സംസ്ഥാന സമിതി യോഗം ചേരുകയുണ്ടായി. ആ യോഗം കഴിഞ്ഞു. മുതിർന്ന നേതാക്കൾ താഴെ തട്ടിലുള്ള അണികളുടെയും പ്രവർത്തകരുടെയും വികാരങ്ങളടങ്ങിയ റിപ്പോർട്ടുകൾ കിട്ടുകയും ആ റിപ്പോർട്ടുകൾ പരിശോധിക്കുകയും ചെയ്തു. താഴെത്തട്ട് മുതൽ സംസ്ഥാന തലം വരെ അന്ന് പരാജയത്തിൻ്റെ അവലോകനം നടന്നിക്കുമ്പോൾ പിണറായി വിജയൻ ഭരണത്തെയും MP ഗോവിന്ദൻ പാർട്ടി ഭരണത്തെയും മുച്ചൂടും മുടിച്ചു. അതുകൊണ്ട് ഈ നേതാക്കളുടെ ശൈലി പാർട്ടിയെ പരാജയത്തിലേക്ക് നയിച്ചു. രണ്ടുപേരുടെയും ധാർഷ്ട്യവും അഹങ്കാരവും കലർന്ന ശൈലി, ജനങ്ങളോടുള്ള പെരുമാറ്റ രീതി, സംസാരത്തിലെ സഭ്യേതരമായ ഭാഷ, ഇതൊക്കെ പാർട്ടിയെ പരാജയത്തിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചു. അതുപോലെ തന്നെ വർഗീയ വിദ്വേഷം എപ്പോഴും പരത്തുന്ന പ്രബലരായ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ എപ്പോഴും മത ധ്രുവീകരണം ഉണ്ടാകുന്ന തരത്തിൽ, വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന തരത്തിൽ മാത്രം സംസാരിച്ചിരുന്ന വെള്ളാപ്പള്ളി നടേശനെ തോളിൽ കൈയിട്ട് കാറിൽ കയറ്റിക്കൊണ്ട് നടന്നതും പാർട്ടിയുടെ പരാജയത്തിന് വിനയായി. ന്യൂനപക്ഷ വിഭാഗങ്ങൾ പാർട്ടിയിൽ നിന്ന് അകന്നുപോയി. ഇത്തരം വിമർശനങ്ങളൊക്കെ ആണ് പാർട്ടിയുടെ എല്ലാ അവലോകന യോഗങ്ങളും ഉയർന്നു വന്നത്. എന്നാൽ ഇന്നലെ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്ന അവസരത്തിൽ പാർട്ടി ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. പിണറായി വിജയൻ്റെയോ MP ഗോവിന്ദൻ്റെയോ മാത്രം കുറ്റം കൊണ്ടല്ല പാർട്ടി തോറ്റത് എന്നുള്ളതാണ് പാർട്ടി വിലയിരുത്തിയത്. നേതൃത്വത്തിന് പൊതുവായുള്ള ഉത്തരവാദിത്തം അക്കാര്യത്തിലുണ്ട്. അത് ഏതെങ്കിലും ശൈലികൾ തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തും എന്നുള്ളതാണ് പിന്നീട് അവരെടുത്ത തീരുമാനം. അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല പരാജയപ്പെട്ടത് എന്ന തരത്തിലൊരു തീരുമാനമെടുത്ത് ഇന്നിപ്പോൾ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റികൾ തുടങ്ങുകയാണ്. ആ ജില്ലാ കമ്മിറ്റികൾക്ക് കീഴ്ഘടകങ്ങൾക്ക് അവർ റിപ്പോർട്ട് അയച്ചു കഴിഞ്ഞു. അതിനുശേഷം MP ഗോവിന്ദൻ്റെ ഒരു മാധ്യമ സമ്മേളനം ഉണ്ടായിരുന്നു. ഈ മാധ്യമ സമ്മേളനത്തിൽ MP ഗോവിന്ദൻ പറഞ്ഞത്, പാർട്ടിയുടെ പരാജയത്തിൻ്റെ കൂട്ടുത്തരവാദിത്വത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറുന്നില്ല. എന്നാൽ തളിപ്പറമ്പിലടക്കം സ്ഥാനാർത്ഥി നിർണയം വന്നപ്പോൾ അത് എൻ്റെ ഒരു പോരായ്മയായി ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ അങ്ങനെയല്ല, കണ്ണൂർ ജില്ലാ നേതൃത്വം നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികളെയാണ് സംസ്ഥാന നേതൃത്വം സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചത്. അവിടെ എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല. കണ്ണൂർ ജില്ലാ നേതൃത്വം പറഞ്ഞു PK ശ്യാമള തളിപ്പറമ്പിൽ മത്സരിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ സംസ്ഥാന സമിതി അത്തരം ഒരു തീരുമാനം അംഗീകരിക്കുകയായിരുന്നു എന്നാണ് MP ഗോവിന്ദൻ പറഞ്ഞത്. അക്കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല. എന്നാൽ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള വർഗീയ വിദ്വേഷം പരത്തുന്ന ആളുകളെ അകറ്റി നിർത്തുന്നതിൽ വേണ്ടത്ര ജാഗ്രത കാണിച്ചില്ല, അല്ലെങ്കിൽ അതിന് ശക്തി കുറവുണ്ടായിരുന്നു എന്ന് MP ഗോവിന്ദൻ എടുത്തു പറയുകയും ചെയ്തതോടുകൂടി വെള്ളാപ്പള്ളി നടേശനെ സദാസമയം കൊണ്ടു നടന്നതും ജനങ്ങൾക്ക് മുമ്പിൽ തോളിൽ കൈയിട്ടുകൊണ്ട് കാറിൽ കയറ്റി കൊണ്ടുവന്നതെല്ലാം പിണറായി വിജയൻ തന്നെയാണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം പിണറായി വിജയൻ തന്നെയാണ്. പിണറായി വിജയനാണ് ആ കാര്യത്തിൽ തെറ്റുകാരൻ, കുറ്റക്കാരൻ എന്ന് MP ഗോവിന്ദൻ പറയാതെ പറഞ്ഞു വയ്ക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാമർഥ്യം, അല്ലെങ്കിൽ അത് തന്നെയാണ് അദ്ദേഹം അതിലൂടെ സമർത്ഥിക്കാൻ ശ്രമിച്ചത്. ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ കാര്യങ്ങളെയൊക്കെ എങ്ങനെയാണ് രാജ്മോഹൻ സാർ വിലയിരുത്തുന്നത്? എൻ്റെ ആദ്യത്തെ അസസ്മെൻ്റ്, ഈ പാർട്ടിയുമായി CPM-മായി അധിക നാൾ മുന്നോട്ട് പോകാൻ പിണറായി വിജയൻ MP ഗോവിന്ദനൊന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം പാർട്ടിയെ അല്ലെ പ്രസ്ഥാനത്തെ നന്നാക്കാനുള്ള ഏതെങ്കിലും തരത്തിൽ നല്ല വഴിയിലേക്ക് കൊണ്ടുവരാനുള്ള ഫലപ്രദമായ ചർച്ചകളില്ല. ആ ചർച്ചകൾ എന്തെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും നല്ല കാര്യം പറഞ്ഞാൽ അത് പരിഗണിക്കപ്പെടാതെ വിടുക, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ MP ഗോവിന്ദൻ കൈയൊഴിയുന്നത്, അതായത് ശ്യാമളയുടെ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നതിൽ MP ഗോവിന്ദന് പങ്കില്ല എന്ന് പറയുമ്പോൾ ജില്ലാ കമ്മിറ്റി വെച്ചാണ് ഈ പ്രശ്നം ചർച്ചയ്ക്ക് വരുന്നത്. വേറൊരു സംഭവമാണ് ഓർമ്മ വരുന്നത്. സീറ്റുകൾ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന കാര്യത്തിൽ കോഴിക്കോട് വെച്ച് കമ്മിറ്റി കൂടുന്നത്
കെ മുരളീധരൻ സ്ഥാനാർത്ഥിയാകണോ വേണ്ടയോ എന്നുള്ള ചർച്ചയിലേക്ക് വന്നപ്പോൾ കരുണാകരന് മൂത്രശങ്ക ഉണ്ടാവുകയും മൂത്രമൊഴിക്കാൻ പുറത്തു പോവുകയും ചെയ്തു. പകരം പേര് പറഞ്ഞത് എ കെ ആൻ്റണിയാണ്. കരുണാകരൻ്റെ മകൻ്റെ പേര് മുരളീധരൻ്റെ പേര് സജസ്റ്റ് ചെയ്തത് എ കെ ആൻ്റണിയാണ്. അപ്പോൾ മുരളീധരനെ രാഷ്ട്രീയ രംഗത്തേക്ക് സ്ഥാനാർത്ഥിയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതിൻ്റെ ഉത്തരവാദിത്വം ആർക്കായി? എ കെ ആൻ്റണിക്കായി. ഇവിടെ എം വി ഗോവിന്ദൻ ആ സമയത്ത് ചിലപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറി നിന്ന് കാണാം 5 മിനിറ്റ് നേരത്തേക്ക്. ആ 5 മിനിറ്റിനുള്ളിൽ അതാണ് എം വി ഗോവിന്ദൻ ധൈര്യമായിട്ട് പറയുന്നത്, ഞാൻ സ്ഥാനാർത്ഥിയാക്കുന്നതിന് എനിക്ക് പങ്കില്ല. അല്ല, അത് വാസ്തവ വിരുദ്ധമാണ്. കാരണം അന്ന് തളിപ്പറമ്പിൽ ടി കെ ഗോവിന്ദൻ വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച സമയത്ത് ഈ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് താങ്കൾ 19 വർഷം പാർട്ടിയുമായിട്ട് അഭേദ്യമായൊരു ബന്ധമുണ്ടായിരുന്ന ആൾ പാർട്ടിക്കെതിരെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്, പാർട്ടിയിൽ നിന്ന് കലഹിച്ച് പുറത്തു പോകുന്നത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിച്ചത് CPM-ൽ അങ്ങനെ ഒരു പിന്തുടർച്ചാവകാശം ഇല്ല. അപ്പോൾ തളിപ്പറമ്പിൽ പി കെ ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ചർച്ച നടന്നു കഴിഞ്ഞപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയം വന്നു കഴിഞ്ഞ അവസരത്തിൽ തന്നെ അത് എതിർക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ജില്ലാ കമ്മിറ്റിയിലെ എതിർപ്പ് പ്രകടമായിരുന്നു. ആ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് വീണ്ടും പി കെ ശ്യാമളയെ തന്നെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കാൻ നിശ്ചയിച്ചതിനെതിരെയായിരുന്നു പാർട്ടിയോടുള്ള തൻ്റെ പ്രതിഷേധം എന്ന് ടി കെ ഗോവിന്ദൻ പരസ്യമായി തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നപ്പോഴും ഇക്കാര്യം ഊന്നി പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ തനിക്ക് മത്സരിച്ച് ജയിക്കണമെന്നുള്ള സ്വാർത്ഥ താല്പര്യം കൊണ്ട് മാത്രമായിരുന്നില്ല അത്തരത്തിലൊരു തീരുമാനമെടുത്തത്. തളിപ്പറമ്പിൽ പി കെ ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുന്നതിനോട് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ വിയോജിപ്പുണ്ടായിരുന്നു എന്ന് തന്നെ അദ്ദേഹം പറയുമ്പോഴാണ് ഇവിടെ ഇന്നലെ എം വി ഗോവിന്ദൻ മാധ്യമ സമ്മേളനത്തിൽ പറയുന്നത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് പറയുമ്പോൾ ഇത് രണ്ടും ചേരാതെ വരുന്നതിൻ്റെ അല്ല അവിടെ സംഭവിക്കുന്നത്. എം വി ഗോവിന്ദൻ്റെ ഭാര്യ ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കണമെങ്കിൽ, അല്ലെ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെ സ്ഥാനാർത്ഥിയാക്കണമെങ്കിൽ അവർക്ക് നേരിട്ട് റെപ്രസെൻ്റ് ചെയ്യാതെ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഏജൻറ്റ് പ്രൊവോക്കേറ്റർ ആൾക്കാരുണ്ട്. തീർച്ചയായും പാർട്ടി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ അല്ലെങ്കിൽ തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റിയിൽ ഗോവിന്ദന് വേണ്ടി സംസാരിക്കാൻ, ഗോവിന്ദൻ്റെ ഇഷ്ടം ഇതാണ് എന്ന് പറയാൻ നടത്തി കൊടുക്കാൻ ആൾക്കാരുണ്ടെന്നേ. കാരണം ഇത് വലിയൊരു പാർട്ടി സംഘടനാ ലെവൽ കഴിഞ്ഞ് ആശയവും പ്രത്യയശാസ്ത്രവും മാറ്റി ഒരു കച്ചവടത്തിൻ്റെ ബന്ധത്തിലേക്ക് വരികയാണ്. സാർ, അതാണ് അതിലെ ഏറ്റവും വലിയ, സാർ പറഞ്ഞതാണ് അതിലെ ഏറ്റവും വലിയ പോയിന്റ്. അതായത് മാർക്സിയൻ സിദ്ധാന്തങ്ങളുടെ, കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളുടെ അടിത്തറയിൽ ഉറച്ചു നിൽക്കുന്ന കേരളത്തിലെ CPM എന്ന് പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇത്തരത്തിലുള്ള അപജയങ്ങൾ സംഭവിക്കുന്നത് ഈ പാർട്ടി ഉരുവം കൊണ്ട സ്ഥലം, അത് കണ്ണൂർ, ആലപ്പുഴ പോലുള്ള സ്ഥലങ്ങളിൽ എന്താണ് പാർട്ടിക്ക് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല ഇന്നിപ്പോൾ CPM-നെ നയിക്കുന്നത് കണ്ണൂരിൽ നിന്നുള്ള സമുന്നതരായ നേതാക്കളാണ്. ഭരണത്തിലാണെങ്കിൽ പിണറായി വിജയൻ, പാർട്ടിയെ നയിക്കുന്നത് എം വി ഗോവിന്ദൻ. അങ്ങനെയാണെങ്കിൽ കണ്ണൂരിൽ നിന്നുള്ള ഈ ആളുകൾക്ക് കണ്ണൂരിലെ വികാരം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവിടെയും ഗോവിന്ദൻ പരാജയം തന്നെയാണ്. കാരണം ജില്ലാ നേതൃത്വത്തിൻ്റെ താല്പര്യപ്രകാരമാണ് ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കണ്ണൂരിൻ്റെ അടിത്തട്ടിൽ എന്ത് സംഭവിക്കുന്നു? ഈ സ്ഥാനാർത്ഥി നിർണയത്തിന് തൊട്ടു മുമ്പായിരുന്നു PV കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ വലിയ വെല്ലുവിളി അവിടെ ഉണ്ടായിരുന്നത്. രക്തസാക്ഷി ഫണ്ട് തിരിമറി ചെയ്തതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ധനരാജിൻ്റെ രക്തസാക്ഷി ഫണ്ട് വിനിയോഗിച്ചതിൽ പാർട്ടിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, ലക്ഷക്കണക്കിന് രൂപ നഷ്ടമായിരിക്കുന്നു, അത് ചോദ്യം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ചോദ്യം ചെയ്തത് ആ തെറ്റ് ചെയ്ത ആളുകളെയല്ല, തെറ്റ് ചൂണ്ടിക്കാണിച്ച ആളെയാണ് ചോദ്യം ചെയ്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അങ്ങനെയാണ് PV കുഞ്ഞികൃഷ്ണൻ പാർട്ടിയുടെ വിമത സ്ഥാനാർത്ഥിയായി കണ്ണൂരിൽ, അവിടെ പയ്യന്നൂരിൽ മത്സരിക്കുന്നത്. നോക്കണം, പയ്യന്നൂർ, തളിപ്പറമ്പ്, കണ്ണൂർ, അതുപോലെ മലപ്പട്ടം, ഒഞ്ചിയം എന്നൊക്കെ പറയുന്നത്, ഈ ധർമ്മടം എന്നൊക്കെ പറയുന്നത് CPM-ന് പകരം വയ്ക്കാൻ പറ്റാത്ത, മറ്റൊരു ശക്തിയെ കണ്ടെത്താൻ പറ്റാത്ത സ്ഥലമാണ്. മറ്റൊരു രാഷ്ട്രീയ കക്ഷി അവിടെ വളരുക എന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ഇനിയിപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ പോലും CPM-ന് അകത്തു നിന്ന് തന്നെ CPM-ന് വെല്ലുവിളി വീരാന്ന് പറഞ്ഞാൽ അവർക്ക് സങ്കല്പിക്കാൻ പറ്റിയ കാര്യമല്ല. അവിടെയാണ് നേതാക്കന്മാരെ അണികൾ തിരുത്തണം എന്ന സന്ദേശവുമായി PV കുഞ്ഞികൃഷ്ണൻ മുന്നോട്ട് വന്ന PV കുഞ്ഞികൃഷ്ണൻ കേൾക്കാൻ ഇവർ തയ്യാറായില്ല. ഇതൊരു PV കുഞ്ഞികൃഷ്ണൻ്റെ മാത്രം വിഷയമായിരുന്നില്ല. അനേക ലക്ഷം PV കുഞ്ഞികൃഷ്ണന്മാർ ഇതുപോലെ അതൃപ്തരായി പാർട്ടിയിലുണ്ട്. പാർട്ടിയുടെ നയവൈകല്യങ്ങൾക്കെതിരെ പോരാടുന്ന കുഞ്ഞികൃഷ്ണന്മാരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ പാർട്ടിയുടെ നേതൃത്വത്തിന് സാധിക്കാതെ പോയതാണ് ഈ പാർട്ടിയുടെ പരാജയം. അതാണ് സാറ് ചൂണ്ടിക്കാണിച്ചത്. അതൊരു തരം കച്ചവടവൽക്കരണം പോലെ ആയിപ്പോയി. എനിക്ക് വേണ്ടി അവർ സംസാരിക്കും, എൻ്റെ
താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവരുണ്ട്, അവരെ ഞാൻ നോക്കും എന്നുള്ള രീതിയിലേക്ക് ഒരു കോക്കസ് രൂപം കൊണ്ട് ഒരു കോർപ്പറേറ്റ് പ്രസ്ഥാനം പോലെ ഇത് മുന്നോട്ട് പോയതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപജയം എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും അത്തരത്തിലൊരു അപജയം വന്നിട്ട് പോലും എം പി ഗോവിന്ദൻ അതിൽ നിന്ന് തലയൂരാൻ ശ്രമിക്കുമ്പോൾ പിണറായി വിജയൻ എന്ന നേതാവിനെ വെള്ളാപ്പള്ളി വിഷയത്തിൽ കുടുക്കിയിടാനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ സാങ്കത്യമാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്. അല്ല, ആ കേസിൻ്റെ പിണറായിക്ക് എന്തുമാത്രം മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് കണ്ണൂരിൽ ഒരു അസസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, മലബാറിൽ നിന്നും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഏതെങ്കിലും നേതാക്കന്മാർ ഒരു കോസിന് വേണ്ടി പാർട്ടിക്ക് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എഫക്റ്റ് ഉണ്ടാക്കാനും പറ്റിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ എം വി രാഘവൻ വന്നു, എം വി രാഘവൻ പരാജയപ്പെടുകയല്ലേ ചെയ്ത്, കോൺഗ്രസ് പരാജയപ്പെട്ടപ്പോൾ എം വി രാഘവൻ പിന്നെ പരാജയപ്പെടും, അത്രേ ഉള്ളൂ. എം വി രാഘവൻ അവിടെ നിൽക്കുന്നു. ടി പി ചന്ദ്രശേഖരൻ്റെ മരണശേഷമാണെങ്കിൽ പോലും രമ അവിടെ സ്ഥാനാർത്ഥിയാകുന്ന ഒരു കാലത്തും വേറെ ആരും ചെയ്യുകയില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ. വടകരയിൽ ടി പി രമ ജയിക്കുന്നു, മുരളീധരനും എനിക്ക് പറ്റിയ കെ കെ രമ, മുരളീധരനും ജയിക്കുന്നു, ഷാഫി പറമ്പിൽ ജയിക്കുന്നു. ഇപ്പോൾ ഇവരുടെ അത് പി ജയരാജനെയൊക്കെ തോൽപ്പിക്കുന്നത്, ശൈലജയും പി ജയരാജനെയൊക്കെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇവർ ജയിക്കുന്നത്. അപ്പോൾ അത് അവിടെ ടി പി ചന്ദ്രശേഖരൻ്റെ വധവുമായി ബന്ധപ്പെട്ട പ്രത്യേകത അവിടെ അറിഞ്ഞു കഴിഞ്ഞു, അല്ലെ പാർട്ടിയിൽ നിന്ന് പോയപ്പോഴുള്ള പ്രത്യേകത അറിഞ്ഞു കഴിഞ്ഞു. അതുപോലെ എം വി രാഘവൻ്റെ കാര്യം പറഞ്ഞു, കുഞ്ഞികൃഷ്ണൻ, ആരും നമ്മൾ കേരളത്തിലൊരു മനുഷ്യൻ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല ആ പേര്. തീർച്ചയായും അത് പയ്യന്നൂർ ഈ എഫക്റ്റ് ഉണ്ടാക്കുമെന്ന് ആരാ പ്രതീക്ഷിച്ചിരുന്നത്? ഒരു കാലത്തും സി പി എമ്മിൻ്റെ ആൾക്കാർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. കുഞ്ഞേഷം വല്ല 10,000 10,000 വോട്ട് പിടിച്ചങ്ങ് പോകും, അപ്പോഴും ഞങ്ങളിവിടെ 50,000 നിൽക്കുന്നവരാണ് മാർജിൻ എന്നുള്ള അഹങ്കാരവും ധാർഷ്ട്യവും അക്കാര്യത്തിലും കാണിച്ചു. ആ മാർജിൻ കവർ ചെയ്ത് പോയി കുഞ്ഞികൃഷ്ണൻ വ്യക്തമായ ഭൂരിപക്ഷം ജയിക്കുകയും ചെയ്തു. അത് തന്നെയാണ് തളിപ്പറമ്പിലും പറ്റിയത്. ഇത് കോട്ട, ഉരുക്ക് കോട്ട. അതും പാർട്ടി പ്രസിഡന്റിൻ്റെ ഭാര്യ വരുമ്പോൾ കാത്തിരിക്കുന്നു, മത്സരിക്കുമ്പോൾ രാജകുമാരി രാജ്ഞിയായിട്ട് തന്നെ കണക്കാക്കി പ്രചരണം നടത്തി. അതുപോലെ ഇത് തളിപ്പറമ്പ് മലപ്പട്ടം പോലുള്ള സി പി എമ്മിന് എന്താണ് സ്ഥലം. അപ്പോൾ ആ മലപ്പട്ടം പോലുള്ള സ്ഥലത്ത് ഒരു കാരണവശാലും സി പി എമ്മിന് എതിരെ ഒരു വിമത ശബ്ദം വരാമെന്ന് പറഞ്ഞാൽ അവർക്ക് ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ്. അവിടെയാണ് പാർട്ടിയുടെ 50 വർഷത്തെ മഹിത പാരമ്പര്യം ഉപേക്ഷിച്ചുകൊണ്ട് പാർട്ടിക്ക് നേരെ ചൂണ്ടുവിരൽ ഉയർത്തിക്കൊണ്ട് ഗോവിന്ദൻ മാസ്റ്റർ പുറത്തു വരുന്നത്. അത് പാർട്ടി സെക്രട്ടറിയുടെ, സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയ്ക്കെതിരെയായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വരുന്നത്. അതെല്ലാം ഇപ്പോൾ ഫലത്തിൽ യാതൊരു തരത്തിൽ തെറ്റുപറ്റിയിട്ടില്ല എന്ന് ന്യായീകരിക്കുകയും വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട കേസിൽ പിണറായി വിജയനെ പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന എം വി ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ, അല്ലെങ്കിൽ ആ വാക്കുകൾക്കിടയിലൂടെ അത് തന്നെയാണ് വായിക്കാൻ സാധിക്കുക. പിണറായി വിജയൻ എന്ന അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അങ്ങനെ തന്നെയല്ലേ? അല്ല, വിമത ശബ്ദത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് അടിച്ചമർത്താൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ വിമത മനസ്സിനെ കണ്ടെത്തുക അത്ര എളുപ്പമുള്ള കാര്യമില്ല. ഇവിടെ എല്ലാം വർക്ക് ചെയ്തൊരു വിമത മനസ്സ്, നിരാശരായ കമ്മ്യൂണിസ്റ്റുകളുടെ മനസ്സ്, ഞങ്ങളെ കൊലയ്ക്ക് കൊടുക്കാൻ കൊണ്ടുവന്ന പിണറായി വിജയനുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലാതാക്കാനുള്ള പിണറായി വിജയൻ ലിക്വിഡേറ്ററായിട്ടാണ് ഗോവിന്ദനെയും പിണറായി വിജയനെയും കണ്ടത്. അത് മനസ്സുകൊണ്ടാണ് കണ്ടത്. അവർ പുറമെ പ്രകടിപ്പിച്ചില്ല. പുറമെ പ്രകടിപ്പിക്കാൻ പോകാത്ത അപകടം എന്നാന്നുള്ളത് അവർക്കറിയാം, അനുഭവത്തിന്. ഒരു കുഞ്ഞികൃഷ്ണൻ്റെ ടി പി ഗോവിന്ദ മാസ്റ്ററുടെയും അതുപോലെ തന്നെ സുധാകരൻ്റെ എല്ലാം ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ 2024 പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വന്നപ്പോഴാണ് കണ്ടത്. കാരണം അതൊരു ജി സുധാകരനോ അല്ലെങ്കിൽ ഒരു ഗോവിന്ദൻ മാസ്റ്ററോ ഒരു പി വി കുഞ്ഞികൃഷ്ണനോ മാത്രമായിരുന്നില്ല. ഇവർക്ക് പിറകിൽ അണിനിരന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ തന്നെയായിരുന്നു. ഏതാണ്ട് 1 കോടി വോട്ടാണ് UDF കിട്ടിയതെന്ന് പറയുമ്പോൾ, കൂടുതൽ കിട്ടിയതെന്ന് പറയുമ്പോൾ ആ വോട്ടുകളിൽ നല്ലൊരു ശതമാനം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥ പ്രവർത്തകരുടേതായിരുന്നു എന്നുള്ള വിവരം ഇപ്പോഴും CPM ഉൾക്കൊള്ളുന്നുണ്ടോ എന്നറിയില്ല. തിരുത്തേണ്ടത് തിരുത്തും, മാറേണ്ടത് മാറും എന്നൊക്കെ പറയുമ്പോൾ ഇവർ ഈ താഴെ തട്ടിൽ നിന്ന് ഉയർന്നു വന്ന വികാരങ്ങൾ കേൾക്കുന്നില്ല. അത് ബധിരകരണത്തിലാണ് പതിച്ചതെന്ന് തോന്നും. ഒന്നും തിരുത്തുന്നില്ല. പാർട്ടിക്ക് കൂട്ടായിട്ടുള്ള നേതൃത്വത്തിന് തെറ്റുപറ്റി, പിണറായി വിജയനോ എം പി ഗോവിന്ദനോ തെറ്റുപറ്റിയിട്ടില്ല എന്നുള്ളൊരു ധാരണയിലെത്തി റിപ്പോർട്ട് കീഴ്ഘടകങ്ങൾക്ക് വിടുമ്പോൾ തീർച്ചയായും ഒന്നും മാറാൻ പോകുന്നില്ല. ഈ പാർട്ടിയിൽ ഒന്നും തിരുത്തപ്പെടുന്നില്ല. എല്ലാം പഴയതുപോലെ ഭദ്രമായിട്ട് മുന്നോട്ട് പോകും. ഇനിയും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ 35 സീറ്റ് എന്നുള്ളത് ഇതുപോലെ പോവുകയാണെങ്കിൽ അത് 3 ചുരുങ്ങുമോ എന്നുള്ളത് മാത്രമാണ് കണ്ടറിയാനുള്ളത്. മറ്റൊരു ബംഗാളായി CPM സംബന്ധിച്ചിടത്തോളം കേരളം മാറുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അല്ല, ഇതിൻ്റെ അകത്ത് 2 കാര്യങ്ങളുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പഠിക്കേണ്ട ആദ്യത്തെ പാഠം അത് കോൺഗ്രസ്സുകാർക്കും ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകർക്കും, കുടികെട്ടിയ രാഷ്ട്രീയ നിരീക്ഷകർക്കും, നമ്മളല്ല, വെല്ലുവിളികൾക്കും പഠിക്കേണ്ട ഒരു കാര്യം,
140 സീറ്റിലും വേണേൽ കോൺഗ്രസിന് ജയിക്കാം, അല്ല UDFന് ജയിക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏത് സീറ്റിലും പോകാം. അപ്പം നമ്മളൊക്കെ ചർച്ചയിൽ ആദ്യം പറഞ്ഞ 110 സീറ്റാണ് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനം CPM ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളുടെ എണ്ണം എടുത്തപ്പോൾ കുറഞ്ഞു വരിക. ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ അങ്ങനെ കുറഞ്ഞു പയ്യന്നൂരൊക്കെ ജയിക്കുമെന്നാണ് കണക്കൂട്ടി. എന്നിട്ട് പോലും 110 മുകളിലേക്ക് സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ച് നടക്കാതെ പോയത്. തീർച്ചയായും നടന്നതിന് കാരണം സാർ പറഞ്ഞത് അതിപ്പോൾ സന്ദർഭശാലം ഒന്നുകൂടി പറയാം. ഈ കോൺഗ്രസിന് അകത്ത് UDF എന്ന് ഞാൻ പറയുന്നില്ല, കോൺഗ്രസിനകത്ത് ജയിക്കാൻ സാധ്യതയുള്ള ചില സ്ഥാനാർത്ഥികളുടെ തലവെട്ടികളയുണ്ടായി. അപ്പോൾ ഈ അങ്ങനെയുള്ളൊരു വെട്ടലുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ 110-നപ്പുറത്തേക്ക് തീർച്ചയായും UDFന് സീറ്റ് കിട്ടുമായിരുന്നു. അപ്പോൾ കോൺഗ്രസ്സിലെ ചില ഗ്രൂപ്പ് വഴക്കുകളെ തുടർന്ന്, അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചില ആളുകൾക്കൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. ഇവരുടെ പേര് തെരഞ്ഞെടുപ്പിന് ശേഷം ഉയർന്നു വരുമ്പോൾ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ളൊരു ചർച്ച വരുമ്പോൾ തങ്ങൾക്ക് അനുകൂലമായി കൈപോക്കാൻ ചില ആളുകളൊക്കെ നിയമസഭയിൽ ഉണ്ടായിരിക്കണം എന്നുള്ള ധാരണയിൽ ചില ആളുകളുടെയൊക്കെ പേര് എഴുതി ചേർത്തു. ചില ആളുകളുടെ ശിവകുമാറിനെ പോലുള്ള ഉദാഹരണം, അതെ, പേരെടുത്ത് പറയാം. അതെ, ചില ആളുകളുടെ പേര് വെട്ടിമാറ്റി. അക്കൂട്ടത്തിൽ പല ആളുകളും ജയസാധ്യതയുള്ള ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ട് 110 സീറ്റ് എന്നുള്ളത് നഷ്ടമായി എന്നുള്ളതാണ് പിന്നീട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ തീർച്ചയായും നമ്മളെപ്പോലുള്ള ഈ മാധ്യമങ്ങൾ പ്രവചിച്ച കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയായിരുന്നു. അപ്പോൾ കോൺഗ്രസ് അവിടെയും കൂടി കുറച്ച് അവധാനതയോടുകൂടി ജാഗ്രതയോടുകൂടി മുന്നേറിയിരുന്നെങ്കിൽ 110 സീറ്റിലും അതിൽ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നു. എന്തായാലും CPM ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വീഴ്ചയിൽ നിന്ന് തിരുത്തലില്ല, അല്ലെങ്കിൽ മാറ്റം ഉൾക്കൊള്ളും എന്നൊക്കെ പറയുന്നതിനോട് അവർ വെറും ഭംഗ്യന്തരേണ പറഞ്ഞു വെച്ചതാണെങ്കിൽ തീർച്ചയായും മറ്റൊരു ബംഗാളിൽ CPMനുണ്ടായ പോലെ തന്നെ കേരളത്തിലും ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു തർക്കമില്ല. ഈ കമ്മ്യൂണിസം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അത് ആഗ്രഹിക്കുന്നുമില്ല. ഒരടി താഴ്ചയുള്ള ചേറ്റിൽ ആദ്യത്തെ കാല് CPM വെച്ചുപോയി. അടുത്ത കാല് വെക്കുന്നത് 1.5 അടി ആ ചേറിലേക്ക് മുങ്ങി ശ്വാസം പോലും പുറത്ത് കിട്ടാത്ത രീതിയിൽ ഒടുങ്ങിപ്പോകാനുള്ള പാർട്ടിയായിട്ട് മാറി. എന്തായാലും ചതിപ്പിൽ CPM താഴ്ന്നു പോകാതിരിക്കട്ടെ, കമ്മ്യൂണിസം നിലനിൽക്കട്ടെ.